മക്കളും അസ്സലാമു അലൈക്കും. നമ്മുടെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തജ്വീദിലെ 7ാമത്തെ പാഠം അൽ വഖഫു. അപ്പോൾ അൽ വഖഫിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കി നോക്കാം. പിന്നെ മക്കളെ, നമ്മുടെ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ 3 മിനിറ്റിൻ്റെ വീഡിയോസ് 4 മിനിറ്റിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇടാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മുറക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്കൊന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. 2018 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൂ. സക്കത്ത് ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്രയാണ്? സക്കത്ത് ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്ര? 4 സ്ഥലങ്ങളിലാണല്ലേ. ഖുർആനിലാകെ 4 സ്ഥലത്തെ സക്കത്ത് ചെയ്യേണ്ട സ്ഥലങ്ങൾ വരുന്നുള്ളൂ അല്ലേ. ശ്വാസം വിടാതെ ഡേഷ് സക്കത്ത എന്ന് പറയും. എന്താ? ശ്വാസം വിടാതെ അല്പം അടങ്ങിയ ഓതൽ തുടരുന്നതിനാണ് സക്കത്ത് എന്ന് പറയുക അല്ലേ. ശ്വാസം വിടാതെ അല്ലേ. അപ്പോൾ വഖഫും സക്കത്തയും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. വഖഫ് എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുന്നതിനാണ് പറയുക. സക്കത്ത് എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിനാണ് പറയുക അല്ലേ. എന്ന് പറയുന്നത് പോലെ മർക്കദീന എന്നുള്ളിടത്ത് നമ്മൾ നിർത്തിയല്ലോ. 2021 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൂ. കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിന് എന്താണ് പേര് പറയുക? എന്താ പേര് പറയുക? വഖഫ് അല്ലേ. വഖഫ് എന്നാണ് പേര് പറയുക. വക്കീല മൻ റോക്ക്, വക്കീല മൻ റോക്ക് എന്നുള്ളതിൽ സക്കത്തയാണോ അംസത്തുൽ ഖത്ത് ആണോ സയ്യിദ് സാബിത്ത് റളിയല്ലാഹു ആണോ? ഏതാണ് വരിക? സക്കത്തയാണ് അല്ലേ. 4 സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലം ഏതാണ്? വക്കീല മൻ റോക്കാണ് അല്ലേ. 2022 ക്വസ്റ്റ്യൻ പേപ്പർ. ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് അല്ലേ. ശ്വാസം വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതാഗ്രാം? വഖഫ് അല്ലേ. ശ്വാസം വിടാതെ അല്പം അടങ്ങി അത് തുടരുന്നതിനാണ് സക്കത്ത് എന്ന് പറയാം. സക്കത്തയും വഖഫും വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. വ്യക്തമാക്കാം. സൂറത്ത് യാസീനിലെ സക്കത്ത് ചെയ്യേണ്ട കലിമത്ത് ഏതാ? മംബസന മിൻ മർഖദിന ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. മംബസന മിൻ മർഖദിന ആ കലിമത്താണ് അല്ലേ. 2023 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൂ. വഖഫിൽ അവസാന ഹർഫിന് നൽകേണ്ടത് സുക്കൂനാണോ ഫത്ഹാണോ ലമ്മാണോ? ഏതാ? സുക്കൂനാണ് അല്ലേ. സുക്കൂനാണ് നമ്മൾ വഖഫിൽ അവസാനത്തെ ഹർഫിന് നൽകേണ്ടത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെയും കാണാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഒക്കെ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.